നമസ്കാരം. അമേരിക്ക ഇറാൻ ആണവ ചർച്ചകളിലെ മധ്യസ്ഥത വഹിക്കുന്ന ഒമാൻ ഇപ്പോൾ റഷ്യയുമായി ഒരടുത്ത ബന്ധം സ്ഥാപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിന്റെ ഭാഗമായി ഒമാൻ സുൽത്താൻ ഹൈതം ബിൻ താരിഖ് അൽ സെയ്ദ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ചർച്ച നടത്താൻ റഷ്യ സന്ദർശിക്കാൻ പദ്ധതിയിടുകയാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആണവ ചർച്ചകളുടെ അടുത്ത ഘട്ടം തുടങ്ങാൻ പോകുന്ന സാഹചര്യത്തിൽ ഈ കൂടിക്കാഴ്ചയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ഒമാൻ സുൽത്താനേറ്റും റഷ്യൻ ഫെഡറേഷനും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. യുക്രൈനിലെ സംഘർഷം ആരംഭിച്ചതിന്റെ കൂടെ പശ്ചാത്തലത്തിലാണ് ഈ സൗഹൃദം വർദ്ധിച്ചു തുടങ്ങിയത്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഒമാൻ വെറും ഒരു സാമ്പത്തിക പങ്കാളി മാത്രമല്ല, പേർഷ്യൻ ഗൾഫിലെ പ്രാദേശിക സന്തുലിതാവസ്ഥയ്ക്കും സുരക്ഷയ്ക്കും സംഭാവന നൽകുന്ന ഒരു പ്രധാന രാഷ്ട്രീയ അസ്ഥിരത്വമാണ്. അത് മാത്രമല്ല, പാശ്ചാത്യ രാജ്യങ്ങളോട് അധികം അടുപ്പം പുലർത്താത്ത ഒമാൻ വളർന്നു വരുന്ന ആഗോള ശക്തികളായ ചൈനയുമായും ഇന്ത്യയുമായൊക്കെയുള്ള ബന്ധം വ്യാപിപ്പിക്കാനും ശ്രമിക്കുന്നുണ്ട്. പ്രമുഖ ആഗോള ശക്തികളുമായി ശ്രദ്ധാപൂർവം പ്രവർത്തിക്കുന്ന ഒരു സ്വതന്ത്ര വിദേശ നയമാണ് ഒമാൻ വളരെ കാലമായി പിന്തുടർന്നു വന്നത്. 2023-24 കാലഘട്ടത്തിൽ റഷ്യ ഒമാൻ ബന്ധങ്ങളുടെ വർദ്ധിച്ചു വരുന്ന പ്രാധാന്യവും പ്രകടമായിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള രാഷ്ട്രീയ സാമ്പത്തിക ബന്ധങ്ങൾ വലിയൊരു തലങ്ങളിൽ എത്തിയതിന്റെ ഭാഗമായി 2023 മെയ് മാസത്തിൽ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് 7 വർഷത്തിനിടെ ആദ്യമായി ഒമാൻ സന്ദർശിക്കുകയും ചെയ്തു. ചരിത്രപരമായി അന്താരാഷ്ട്ര സംഘർഷങ്ങളിൽ നിഷ്പക്ഷനായ ഒരു മധ്യസ്ഥനായി പ്രവർത്തിക്കാനുള്ള കഴിവ് ഒമാൻ പലതവണ ആവർത്തിച്ചു തെളിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അമേരിക്ക ഇറാൻ ബന്ധങ്ങൾ ഇത്ര സങ്കീർണമായ സാഹചര്യത്തിലാണ് ഇതിന്റെ പ്രസക്തി എടുത്തു പറയേണ്ടത്. സന്തുലിതമായ വിദേശ നയം, എതിരാളികളുടെ വിശ്വാസം നിലനിർത്താനുള്ള കഴിവ് എന്നിവയിലൂടെ പേർഷ്യൻ ഗൾഫ് മേഖലയിൽ രഹസ്യ നയതന്ത്രത്തിന് ഒമാൻ ഒഴിച്ചുകൂടാനാവാത്തൊരു മീഡിയേറ്ററായി മാറിയിട്ടുണ്ട്. ഇന്ന് പേർഷ്യൻ ഗൾഫിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കും ആണവ കരാറിന്റെ മാനദണ്ഡങ്ങൾ പുനഃപരിശോധിക്കാൻ അമേരിക്കയും ഇറാനും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലും ഒമാൻ വീണ്ടും പ്രാദേശിക നയതന്ത്രത്തിന്റെ മുൻനിരയിലെത്തിയിരിക്കുകയാണ്. മേഖലയിലെ മിക്ക രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഒമാൻ അമേരിക്കയുമായും ഇറാനുമായും മികച്ച പ്രവർത്തന ബന്ധം നിലനിർത്തുന്നുമുണ്ട് എന്നതും എടുത്തു പറയേണ്ടതാണ്. ഏകപക്ഷീയമായ രാഷ്ട്രീയ സഖ്യങ്ങൾ ഒഴിവാക്കി ചർച്ചകൾക്ക് അനുകൂലമായി രാജ്യം നിഷ്പക്ഷപരമായ തീരുമാനങ്ങളാണ് എടുക്കാറുള്ളത്. ഇത് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ കണ്ണിൽ ഒമാനെ ഒരു വിലപ്പെട്ട പങ്കാളിയാക്കുന്നുണ്ട്. കാരണം ഒമാന്റെ ഈ സമീപനം 2 ദീർഘകാല ഭൗമരാഷ്ട്രീയ എതിരാളികൾ തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ സഹായിക്കുമെന്നാണ് പറയേണ്ടത്. പിരിമുറുക്കങ്ങൾ ലഘൂകരിക്കുക മാത്രമല്ല, പ്രാദേശിക സന്തുലിതാവസ്ഥയ്ക്ക് സുസ്ഥിരമായ അടിത്തറ സ്ഥാപിക്കുകയുമാണ് ഒമാനി നയതന്ത്രത്തിന്റെ ലക്ഷ്യം. തുടർച്ചയായ ഭൗമരാഷ്ട്രീയ പ്രക്ഷുബ്ധങ്ങൾക്കിടയിൽ ചർച്ചകൾ, നയതന്ത്ര വഴക്കം, തന്ത്രപരമായ ക്ഷമ എന്നിവയിൽ അധിഷ്ഠിതമായി നിശബ്ദ ശക്തിയുടെ ഒരു മാതൃക ഒമാൻ വർഷങ്ങളായി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഒരു സംഘർഷത്തിന്റെ എല്ലാ വശങ്ങളെയും ശ്രദ്ധിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ താരതമ്യേന എത്ര ചെറിയൊരു രാജ്യത്തിന് പോലും ആഗോള കാര്യങ്ങളിൽ നിർണായക പങ്ക് വഹിക്കാൻ കഴിയുമെന്ന് തെളിയിക്കുകയാണ് ഒമാൻ. ഒരു പ്രാദേശിക മോഡറേറ്റർ എന്ന നിലയിൽ മാത്രമല്ല, ആഗോള വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുന്നതിൽ ക്രിയാത്മകമായ പങ്ക് വഹിക്കാൻ കഴിവുള്ള ഒരു പ്രധാന അന്താരാഷ്ട്ര പങ്കാളി എന്ന നിലയിലും ഒമാന്റെ നയതന്ത്ര പ്രവർത്തനം അതിന്റെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നുണ്ട്.